നമ്മൾ വിദ്യാർത്ഥികൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ് അടിസ്ഥാന പാഠാവലി ഓണപരീക്ഷ ചോദ്യപേപ്പറും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കീയുമാണ് വീഡിയോ കേട്ടോ. മക്കൾ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്ക് നോക്കാം ഓരോ പ്രവർത്തനമായിട്ട്. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം. ഓരോ വിളവിലെയും നെല്ലിൽ ഒരു ഭാഗം അടുത്ത കൊല്ലം വിതയ്ക്കുന്നതിനെ കൃഷിക്കാർ വിത്തായി നീക്കി വെക്കുന്നു. വിത്തിന് കരുതുന്ന നെല്ല് പൊടിയും പതിരും പാറ്റിക്കളഞ്ഞ് ഉണക്കി സൂക്ഷിക്കുന്നു. കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിലെ കടുപ്പമുള്ള മണ്ണിളക്കിയാണ് അടുത്ത കൃഷി ആരംഭിക്കുന്നത്. 1-2 മഴ പെയ്ത് തറക്ക് ഈർപ്പം കിട്ടുമ്പോൾ മണ്ണിളക്കുന്ന പണി തുടങ്ങുന്നു. മഴയുണ്ടായില്ലെങ്കിൽ സമീപത്തുള്ള കുടങ്ങളിൽ എവിടെയോ പുഴകളിലെയോ വെള്ളം ചാലുകളിൽ കൂട്ടി തിരിച്ചുവിട്ട് വയലുകൾ നനയ്ക്കാറുണ്ട്. മുഖവും കലപ്പയും വെച്ച് കെട്ടിയ കന്നുകാലികളെ നടത്തി നിലം മുഴുവൻ മണ്ണിളക്കുകയാണ് പതിവ്. ചില പ്രദേശങ്ങളിൽ കടുപ്പം കൂടിയ മണ്ണ് തൂമ്പ് കൊണ്ട് കിളച്ച് മറിച്ചതിന് ശേഷമേ ഒഴിവ് നടത്തുകയുള്ളൂ. ഇങ്ങനെ മണ്ണിളക്കി കട്ടയൊഴിച്ച് നിലമൊരുക്കി കഴിഞ്ഞാൽ വിതയ്ക്കുന്ന കാലമായി. ചാണകപ്പൊടിയും ചാരവും വിത്തും കൂട്ടിക്കലർത്തി അതിൽ നിന്ന് ഓരോ നുള്ളു വീതം തുടരെ ഒഴിവുചാലിലിട്ട് മണ്ണ് കൊണ്ട് മൂടുന്നു. സാധാരണയായി മീനം, മേടം എന്നീ മാസങ്ങളിലെ കൃഷിക്കാണ് ഇപ്രകാരം വിത്ത് വിതയ്ക്കുന്നത്. ചോദ്യം 1. പാരഗ്രാഫ് വായിച്ചില്ലേ? വിതയ്ക്കാനുള്ള നെല്ല് സൂക്ഷിക്കുന്ന വിധം എങ്ങനെയാണ്? പൊടിയും പതിരും മാറ്റിക്കളഞ്ഞ് ഉണക്കി സൂക്ഷിക്കുന്നു. പത്തായത്തിൽ അടച്ചു സൂക്ഷിക്കുന്നു. നനച്ച മുണ്ടിൽ കെട്ടി സൂക്ഷിക്കുന്നു. പാടങ്ങളിൽ സൂക്ഷിക്കുന്നു. എങ്ങനെയാണ്? വിത്തിന് കരുതുന്ന നെല്ല് പൊടിയും പതിരും പാറ്റിക്കളഞ്ഞ് ഉണക്കി സൂക്ഷിക്കുന്നു ആണ് ഉത്തരം. മഴ ഉണ്ടായില്ലെങ്കിൽ സമീപമുള്ള കുളങ്ങളിലെയോ പുഴകളിലെയോ വെള്ളം ചാലുകളിൽ കൂടി തിരിച്ചുവിട്ട് വയലുകൾ നനയ്ക്കാറുണ്ട്. തന്നിരിക്കുന്ന വരിയുടെ ആശയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? വയലുകൾക്ക് അടുത്താണ് പുഴകൾ. കൃഷിക്ക് വെള്ളം അത്യാവശ്യമാണ്. പുഴയിലും കുളത്തിലും വെള്ളമുണ്ട്. വെള്ളം ചാലുകളിൽ കൂടി ഒഴുകുന്നു. ഇതേതാ ശരി? എന്താണ് ശരി? കൃഷിക്ക് വെള്ളം അത്യാവശ്യമാണ് അല്ലെ? അതാണ് ശരിയായ ഉത്തരം. മീനം, മേടം മാസങ്ങളിലെ വിതയിൽ വിത്തിനൊപ്പം ചേർക്കുന്നത് ചാണകപ്പൊടിയും ചാരവും, മണലും ചാരവും, ചാണകപ്പൊടിയും പച്ചിലയും ചാരവും. അവിടെ പറയുന്നുണ്ടല്ലോ ചാണകപ്പൊടിയും ചാരവും വിത്തും അല്ലെ? ചാണകപ്പൊടിയും ചാരവും. മഴ പെയ്യുമ്പോൾ മണ്ണിളക്കുന്ന പണി ആരംഭിക്കും. മഴ കൊണ്ട് മണ്ണിനുണ്ടാകുന്ന ഗുണം എന്താണ്? മണ്ണിന് വളക്കൂറ് വർദ്ധിക്കുന്നു. കല്ലുകൾ തെളിഞ്ഞു വരുന്നു. മണ്ണിന്റെ കാഠിന്യം കുറയുന്നു. മണ്ണിൽ വെള്ളം കെട്ടി നിർത്താൻ സാധിക്കുന്നു. ഏതാണ് ഉത്തരം? മണ്ണിന്റെ കാഠിന്യം കുറയുന്നു. മഴ കൊണ്ടുമ്പോൾ മണ്ണിന്റെ കാഠിന്യം കുറയുന്നു എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ. ഇനി പഴഞ്ചൊൽ വിശകലനം. തിന വിതച്ചാൽ തിന കൊയ്യും, വിന വിതച്ചാൽ വിന കൊയ്യും അല്ലെ? എന്താണ് ഇതൊരു പഴഞ്ചൊല്ല്? ഗ്രാമത്തിന് ഐശ്വര്യമാകുന്ന കാർഷിക പ്രവൃത്തികൾ ഗ്രാമശ്രീകൾ എന്ന പാഠത്തിൽ നമ്മൾ പരിചയപ്പെട്ടു. തന്നിരിക്കുന്ന പഴഞ്ചൊല്ല് വിശകലനം ചെയ്ത് ഗ്രാമശ്രീകൾ എന്ന പാഠത്തിലെ ആശയങ്ങളുമായി ബന്ധപ്പെടുത്തി എഴുതുക. എന്താണ് പഴഞ്ചൊല്ല്? തിന വിതച്ചാൽ തിന എന്ന് പറഞ്ഞാൽ നമ്മളെ ചോളത്തിന് പറയുന്ന വേറൊരു പേരാ അല്ലെ? അപ്പൊ അത് വിതച്ചാൽ അത് കൊയ്യും. വിന വിതച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ കുഴപ്പം തന്നെ നമുക്കതിന്റെ പരിണിത ഫലമായിട്ടുണ്ടാകും എന്നാണ് ഈ പഴഞ്ചൊല്ലിന്റെ ആശയം. അതും ഈ നമ്മളെ ഗ്രാമശ്രീകൾ എന്ന പാഠത്തിലെ കാര്യങ്ങളും കൂടി വെച്ച് ഒരു എന്താണ് ബന്ധപ്പെടുത്തി പഴഞ്ചൊല്ല് വിശകലനം ചെയ്ത് എഴുതുകയാണ് വേണ്ടത് കേട്ടോ. ഇനി ബി. ദേശക്കുമ്മാട്ടികളുടെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന ഏത്? ആശാന്മാരുടെ നേതൃത്വത്തിൽ പൊയ്മുഖങ്ങൾ ചാരി കൊടുക്കും. പർപ്പടകപ്പുല്ല് ചെറുപ്പക്കാർ തലേ ദിവസം ശേഖരിക്കും. കാഴ്ചക്കാരുടെ സാന്നിധ്യത്തിൽ കുമ്മാട്ടി വേഷം കെട്ടും. ഇതില് 1, 3 ശരി, അതോ 1ഉം 2ഉം ശരി, അതാ ഇതില് 2ഉം 3ഉം ശരി, 3 മാത്രം ശരി. ഇതിൽ ഏതാ ശരിക്കും ശരി? ഇതില് ആശാന്മാരുടെ നേതൃത്വത്തിൽ പൊയ്മുഖങ്ങൾ ചാരി കൊടുക്കും. പർപ്പകട പുല്ല് ചെറുപ്പക്കാർ 2 മാത്രമാണ് ശരി. ഓക്കെ. അടുത്തത് കാര്യകാരണ ബന്ധം നോക്കി ശരി കണ്ടെത്തുക. കാര്യം എന്താണ്? 14 ദിവസം മഞ്ഞിലും വെയിലിലും ഇട്ട് ഉണക്കുന്നു. കാരണം വിത്തിന് സ്വാഭാവിക പ്രതിരോധ ശേഷി ഉണ്ടാക്കുവാൻ. കാര്യം ശരി, കാരണം ശരി. ഇതിൽ ഈ കാര്യം തെറ്റ്, കാരണം ശരി. കാര്യം തെറ്റ്, കാരണം തെറ്റ്. കാര്യവും കാരണവും ഭാഗികമായി തെറ്റ്. ഇതിലേതാ ശരിയായ ഉത്തരം? ഇതിലെ ഈ കാര്യവും ശരിയാണ്, കാരണവും ശരിയാണ് അല്ലെ? 14 ദിവസം മഞ്ഞിലും വെയിലിലും ഇട്ട് സ്വാഭാവികമായി പ്രതിരോധ ശേഷി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ? അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്ന 3A, 3B എന്നീ ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതുക. 3 എന്താണ്? നോട്ടീസ്. വിദ്യാലയത്തിലെ കാർഷിക ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ശാസ്ത്രീയ വിത്തുൽപാദനം എന്ന വിഷയത്തിൽ കുട്ടികൾക്കായി അവബോധ ക്ലാസ് സംഘടിപ്പിക്കുന്നു. കൃഷി ഓഫീസറാണ് ക്ലാസ് നയിക്കുന്നത്.
തലക്കെട്ട്, തീയതി, സമയം, കാര്യപരിപാടി, പങ്കെടുക്കുന്നവർ എന്നിവ ഉൾപ്പെടുത്തി നോട്ടീസ് തയ്യാറാക്കുക. അപ്പൊ നമ്മള് എന്താണ് കാർഷിക ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് അതിന് മുകളിൽ ആദ്യം പോസ്റ്ററിന് എഴുതുക. എന്നിട്ട് കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിൽ ശാസ്ത്രീയ വിത്തുൽപാദനം എന്നാണ് പരിപാടിയുടെ പേര്. നിങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ നമുക്ക് അവബോധ ക്ലാസ് കൊടുക്കാം. എന്നിട്ട് എന്താണ് അതിന്റെ ഹെഡിങ് ആയിട്ട് ശാസ്ത്രീയ വിത്ത് പരിപാലനം എന്നതിൽ അവബോധ ക്ലാസ് നയിക്കുന്നത് നമ്മുടെ കൃഷി ഓഫീസറിന് എഴുതുക, അയാളുടെ പേര് എഴുതുക. പിന്നെ അതിൽ തീയതി ഉണ്ടാവുക, സമയം ഉണ്ടാവുക, എന്തൊക്കെ പരിപാടിയാണ്, സ്വാഗതം, അതുപോലെ ഉദ്ഘാടനം, അല്ലെ, ആശംസ, പങ്കെടുക്കുന്ന ആളുകൾ ആരൊക്കെ എന്നൊക്കെ വെച്ച് പോസ്റ്റർ തയ്യാറാക്കുക കേട്ടോ. അല്ലെങ്കിൽ വേറൊരു പോസ്റ്റർ, ഇത് നോട്ടീസാണ്. ഈ പോസ്റ്റർ എങ്ങനെ, ഓണക്കാലത്ത് നമ്മുടെ നാട്ടിലെ നാടൻ കലാസംഘം കുമ്മാട്ടിക്കളി സംഘടിപ്പിക്കുന്നു. പരിപാടിയുടെ വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തലക്കെട്ട്, പോസ്റ്റർ വാചകം, തീയതി, സമയം, സ്ഥലം, പശ്ചാത്തല ചിത്രം എന്നിവ ഉൾപ്പെടുത്തി പോസ്റ്റർ തയ്യാറാക്കുക. അല്ലെ, അപ്പൊ ഈ കുമ്മാട്ടിക്കളിയുടെ നാടൻ കലാസംഘം അവതരിപ്പിക്കുന്ന കുമ്മാട്ടിക്കളി എന്ന് പറഞ്ഞിട്ട് കുമ്മാട്ടിക്കളിയുടെ ഒരു പടം ബാക്ക്ഗ്രൗണ്ടായി കൊടുക്കുക. അല്ലെ, എന്നിട്ട് അതിനൊരു എന്താണ് കുമ്മാട്ടിക്കളി, നാടൻ കലാസംഘം അവതരിപ്പിക്കുന്ന കുമ്മാട്ടിക്കളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം, തീയതി, സ്ഥലവും ഒക്കെ കൊടുത്തിട്ട് മനോഹരമായ പോസ്റ്റർ തയ്യാറാക്കണം. ഇനി 4A, B എന്നുള്ളത് എന്ത് ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം. വിത്ത് സംരക്ഷിക്കുന്നതിൽ ചെറുവയൽ രാമന്റെ രീതികൾ മാതൃകാപരമാണ്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാം. അല്ലെ, വിത്ത് സംരക്ഷിക്കുന്നതിൽ ചെറുവയൽ രാമന്റെ രീതികൾ വളരെ മാതൃകാപരമാണ്. അല്ലെ, അദ്ദേഹം ചെയ്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട്. അവയെ കുറിച്ചൊക്കെ വിശദമായിട്ട് എഴുതുകയാണ് ഇതിൽ ചെയ്യേണ്ടത്. പിന്നെ കുറിപ്പ്, വിത്ത് ഒരു അത്ഭുതമാണ്, അല്ലെങ്കിൽ രീതിയിൽ വിത്ത് ശേഖരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത് കൃഷി ചെയ്യുന്നതിലെ മെച്ചങ്ങളും പരിമിതികളും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണ്. അപ്പൊ നമ്മുടെ ചെറുവയൽ രാമൻ എന്റെ രീതി എന്താണ്, അത് പരമ്പരാഗത രീതിയിൽ വിത്തുകൾ ശേഖരിച്ച് സംരക്ഷിക്കുന്ന രീതിയാണ് അദ്ദേഹത്തിന്. അല്ലെ, അപ്പൊ അത്തരത്തിൽ അതിന്റെ മെച്ചങ്ങൾ ഉണ്ട്, അതിന് ധാരാളം കുറെ പരിമിതികളുമുണ്ട്. അതൊക്കെ താരതമ്യം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. ഇനി 5, നിലമറിഞ്ഞ് വിത്ത് വിതയ്ക്കണം എന്ന് വെച്ചാൽ എന്താണ്, നിലത്തെ, അതായത് നമ്മൾ വിത്ത് വിതയ്ക്കാൻ പോകുന്ന നിലത്തെ കുറിച്ച് നമ്മൾ നന്നായി മനസ്സിലാക്കിയിട്ട് വേണം വിത്ത് വിതയ്ക്കാനുള്ള പണി. അതായത് നിലം ആദ്യം ഉഴുതണം, അതിന് വേണ്ട വളം കൊടുക്കണം, മറ്റു കാര്യങ്ങൾ കൊടുക്കണം. അല്ലെ, വിത്ത് എന്ന മഹാത്ഭുതം എന്ന പാഠത്തിൽ വിവിധ ഇനം കൃഷി രീതികൾ നമ്മൾ പരിചയപ്പെട്ടു. നമുക്ക് പരിചയമുള്ള കൃഷിയുമായി ബന്ധപ്പെട്ട വിത്ത് ശേഖരണം, സൂക്ഷിക്കൽ, നടൽ രീതി, പരിപാലനം എന്നിവ വിശദീകരിച്ചുകൊണ്ട് വിവരണം തയ്യാറാക്കുക. അല്ലെ, നിങ്ങൾക്ക് എന്തൊക്കെ വിത്ത്, അതിന് നടീൽ രീതിക്ക് എങ്ങനെയൊക്കെ അറിയാം. നെല്ല് ഉൽപാദനം, അതിനെ കുറിച്ചിട്ട് തയ്യാറാക്കുകയാണ് വേണ്ടത് കേട്ടോ. ഈ 6ാം ആസ്വാദന കുറിപ്പാണ്. വിതയ്ക്കാൻ ആളെ കിട്ടിയില്ല, വിതച്ചത് കൊയ്യാനും, കൊയ്ത്ത് കാണാൻ വരുന്നില്ല കുറ്റികൾ. അല്ലെ, മരമ്പത്ത് കൊഴിഞ്ഞ വേദനകൾ പൊറുക്കാൻ കുനിഞ്ഞില്ല വെയിൽ, മെതിക്കാൻ ആളെ കിട്ടിയില്ല, മെതിച്ചത് പാറ്റാനും, കൊത്തിപ്പെറുക്കാനും കൊത്തിപ്പാറാനും എത്തി നോക്കിയില്ല കോഴികൾ. അതായത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ്. അല്ലെ, വിതയ്ക്കാനും വിതച്ചത് കൊയ്യാനും എല്ലാവരും എന്താണ് കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന. അല്ലെ, പിന്നെ അതുപോലെ വരുന്നില്ല കുറ്റികൾ. അല്ലെ, എന്താണ് നമ്മുടെ കണ്ടത്തില് അല്ലെങ്കിൽ വിതച്ച എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ കുറ്റികൾ തിന്നാൻ വരികയുള്ളൂ. മരമ്പത്ത് കൊഴിഞ്ഞ വേദനകൾ പെറുക്കാൻ കുനിഞ്ഞില്ല വെയിൽ പോലും വരുന്നില്ല. അപ്പൊ മോഹനകൃഷ്ണൻ കാലടി എഴുതിയ ഗ്രാമശ്രീകൾ എന്ന കവിതയെ ആസ്പദമാക്കി ഗ്രാമത്തിന്റെ ഐശ്വര്യമായ കർഷകരെയും പരിചയപ്പെട്ടു. ചോറ് എന്ന കവിതയിലെ കൃഷി അനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തി. ഓക്കെ, അപ്പൊ മോഹനകൃഷ്ണൻ കാലടി എഴുതിയ ഈ കവിത വളരെ മനോഹരമാണ്, അതിലെ പ്രയോഗങ്ങൾ വളരെ മനോഹരമാണ് എന്ന രീതിയിൽ കൃഷിയെക്കുറിച്ചും അതിലെ കൃഷി അനുഭവങ്ങളെക്കുറിച്ചും വിശദമായി എഴുതി കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ എത്രയാണ് ഇതിന്റെ ഒരു ചുരുങ്ങിയ രീതിയിലുള്ള ആൻസർ കീയും ഉത്തരങ്ങളും. നമുക്ക് ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക്